ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടല്ലോ. വീട്ടില് ഞാൻ പറയണ്ട, വീട്ടില് ഞാൻ കല്യാണം കഴിഞ്ഞാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു സംഭവിക്കുന്നത്? ഇത് അവരവരുടെ സ്വന്തം പ്രശ്നമല്ലേ. അത് ശരി. എല്ലാവരും അങ്ങനെയാണോ? ഉർവശിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ലേ? വന്നു. പിന്നെ പണി പാലുമ്പലത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, സാമ്പത്തികമായിട്ടോ ഉണ്ടാവുന്ന ലാഭത്തിലൊക്കെ അപ്പുറത്ത് ഒരു ദേശീയ തലത്തിൽ കിട്ടുന്ന അംഗീകാരമുണ്ടല്ലോ. എനിക്കിത് മതി. അയ്യന്റെ മോനെ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഹിന്ദിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരത് ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നു. അവരുടെ പേഴ്സണൽ ആഗ്രഹം തെറ്റുണ്ടോന്ന് എന്നോട് ചോദിക്കാനല്ലേ. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ വിഷമമില്ലാത്ത ശോഭനയ്ക്ക് അതിൽ മനസ്സ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ? നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാലോ, പറഞ്ഞോളൂ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരു അഭിനേത്രിക്ക് പൂർണ്ണത വരണമെങ്കിൽ അവരുടെ തന്നെ ശബ്ദത്തിൽ ഡബ് ചെയ്യണം ശരിക്കും എന്ന് ശോഭന വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ പൂർണ്ണത ഇല്ലാത്തൊരു അഭിനേത്രിയാണ് ശോഭന എന്ന് പറയേണ്ടി വരും. ഞാൻ ഇംഗ്ലീഷ് സിനിമയിലെ എൻ്റെ വോയിസ് കൊണ്ടാണ് ഡബ് ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് പറയാൻ പറ്റില്ല എന്ന്. അടിപൊളി. നാഗവല്ലിയുടെ എല്ലാ ഭാവങ്ങളും ശോഭനയുടെ മുഖത്ത് വരുമ്പോഴും ആ നാഗവല്ലിയുടെ ശബ്ദവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിന്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ആ ഡബിങ് ആർട്ടിസ്റ്റിന് കൊടുക്കുമോ? കൊടുക്കാം. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. എനിക്കൊരു പ്രശ്നമല്ല, അവാർഡ് എൻ്റെ കയ്യിലാണ്. ദേശീയ അവാർഡിനൊക്കെ പരിഗണിക്കുന്ന സമയത്ത് സ്വന്തമായി ഡബ് ചെയ്ത ആർട്ടിസ്റ്റുകളെ മാത്രമേ പരിഗണിക്കാവൂ എന്നുവരെ ചില ആലോചനകൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അത് ന്യായമാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ശോഭനയുടെ അച്ഛനും അമ്മയും വളരെ നല്ല വിവാഹ ജീവിതം നയിച്ച ആളുകളല്ലേ? എന്തുകൊണ്ടാണ് അത്തരം ഒരു ജീവിതം വേണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യൂല. സ്വാഭാവിക. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫാമിലി നിങ്ങളുടെ ഉദ്ദേശത്തിൽ എന്താ? നിങ്ങളുടെ വൈഫും പിള്ളേരല്ലേ? അതെ, അതേപോലെ എനിക്കും നന്നായിട്ടുണ്ട്.